പെരുന്നുടയൻ എന്ന് വിളിക്കാനുള്ള അദ്ദേഹത്തിന്റെ അവകാശത്തെ ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അത് ജനങ്ങൾ വിലയിരുത്തട്ടെ. കാരണം പിണറായി വിജയൻ ഈ തലേന്ന് പറഞ്ഞത് അടുത്ത ദിവസം മാറ്റി പറയത്തില്ല എന്നുള്ളതാണ്. പിണറായി വിജയന്റെ നിങ്ങൾ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ പിണറായി വിജയനെ കുറിച്ച് നടത്തുമ്പോഴും പിണറായി വിജയനോട് വിയോജിപ്പുള്ളവർ പോലും പറഞ്ഞത് മാറ്റി പറയുന്ന ആളല്ല പിണറായി എന്നുള്ളതാണ്. ഞാൻ കുറച്ച് പോയിന്റ് മാത്രം സമയക്കുറവുണ്ടോടി പറയാം. ശ്രീമതി മാധു, PMC നുണ, വന്ദേമാതരം നുണ, സപ്ലൈകോ നുണ, അദാനി നുണ, ടാറ്റ നുണ, ഇൻവെസ്റ്റർ നുണ, ഇഡ്ഡലി നുണ, മംഗലാപുരം നുണ, ഏകജാലക നുണ, മെറ്റ നുണ, വഖഫ് നുണ, സുഗതൻ നുണ, വാഹന മോഡിഫിക്കേഷൻ നുണ, വിഴിഞ്ഞം നുണ, ഹെലികോപ്റ്റർ നുണ. ഇതിൽ ഏത് വേണമെങ്കിലും സമയം എടുത്ത് ഇറച്ചിയാൻ ഞാൻ തയ്യാറാണ്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ശ്രീ രാജു പി നായർ അദ്ദേഹം ചർച്ചയിൽ സാറ് ഇടയ്ക്ക് ഇടപെടാറുണ്ട്. ഒറ്റ ചോദ്യം, പണം നഷ്ടപ്പെടുന്നു എന്നതുകൊണ്ട് മാത്രമാണോ PMC ഒപ്പുവെച്ചത്? തർക്കമില്ലല്ലോ അക്കാര്യത്തിൽ. NEPക്ക് എന്താ കുഴപ്പമെന്ന് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റി എന്ന് അദ്ദേഹം പറഞ്ഞതോ? ഇല്ല, വി ശിവൻകുട്ടിയുടെ ആ നിലപാടിനോട് ഒരു യോജിപ്പില്ല CPM-നും LDF-നും. മന്ത്രി എന്നുള്ള അദ്ദേഹം പറഞ്ഞ അഭിപ്രായം അദ്ദേഹം പറയേണ്ടത് CPM-ന്റെ നിലപാടാണ്. അല്ല, അതല്ലേ പറഞ്ഞത്. എങ്ങനെ ശരിയാവുമെന്ന് ചോദിച്ചാൽ LDF-ന്റെയും CPM-ന്റെയും അല്ലാത്ത അദ്ദേഹം പണം വാങ്ങുന്നതിന്റെ ഭാഗമായിട്ട് കാഷ്വലായിട്ട് പറഞ്ഞൊരു കാര്യം, അതിന്റെ ഡെഫിനിഷൻ അദ്ദേഹം പോയില്ല. NEP-യുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിലാണ്. ഞാനിപ്പോ ഒരു ബുക്കാണ് NEP-യുടെ പേപ്പർ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ചോദിക്കുന്നത് NEPക്ക് എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നു. ഞാൻ എന്റെ നിലപാട് മാറ്റി എന്നും പറഞ്ഞു. അത് CPM-ന്റെ നിലപാടല്ല എങ്കിൽ CPM അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അല്ല, അതൊക്കെ CPM-ന്റെ കമ്മിറ്റിക്കകത്തൊക്കെ നടന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ ഒരു ചെറിയ വിശദീകരണം തരാം. ബ്രേക്കിംഗ് ആണ്. NEP-യുമായി ബന്ധപ്പെട്ട് ഈ വി ശിവൻകുട്ടിയോട് CPM കമ്മിറ്റിയിൽ വിശദീകരണം ചോദിച്ചു എന്ന് PK ഗോപൻ ഉത്തരവാദിത്തത്തോടെയാണോ പറയുന്നത്? ഇല്ല, അത് കമ്മിറ്റിക്കകത്ത് കിടക്കുന്ന ചർച്ചയാ. അത് അക്കാര്യത്തിലെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു. അതൊക്കെ കമ്മിറ്റി ചർച്ച നടന്നോളൂ എന്ന് ഞാൻ പറഞ്ഞു. അതൊക്കെ കമ്മിറ്റി. ഞാൻ ഇതിന്റെ എന്റെ സമയം കളയല്ലേ. ഞാൻ ഇതൊന്ന് വിശദീകരിച്ചോട്ടെ. എനിക്ക് അതിൽ വി ശിവൻകുട്ടിയുടെ സിൻസിയറിറ്റിയെ കുറിച്ചുകൂടി ഞാൻ പറയാം, ആത്മാർത്ഥതയെ കുറിച്ചുകൂടി ഒരു പോയിന്റ് പറയാം ഞാൻ. കാരണം 12 വർഷത്തിന് ശേഷം കേരളത്തിലെ പാഠപുസ്തകം പരിഷ്കരിച്ച ഒരാളാണ് വി ശിവൻകുട്ടി. ഞാൻ ആ സംസ്ഥാന പാഠപുസ്തക SCRT കരിക്കുലം കമ്മിറ്റിയിൽ അംഗമായിരുന്ന ഒരാളാണ്. അദ്ദേഹം അവിടെ എടുത്തൊരു നിലപാടുകൂടെ ഞാൻ പറയാം. സെൻട്രൽ ഗവൺമെന്റ് 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ NCERT പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിൽ അത് ഒഴിവാക്കുന്നില്ല. നമ്മുടെ പാഠപുസ്തകത്തിൽ അത് ഉൾപ്പെടുത്തുക എന്നുള്ള, ഉദാഹരണത്തിന് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസ് നിങ്ങൾ എടുത്തു നോക്കിയാൽ മുഗൾ രാജവംശത്തെ കുറിച്ച് പഠിക്കാൻ പറ്റും. അത്തരം ഒരു നിർദ്ദേശമാണ് അതിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം നടത്തിയത്. അതുകൊണ്ട് കരിക്കുലം കമ്മിറ്റിക്കാരായ ഞങ്ങൾ അധ്യാപകർക്ക് കൊടുത്തുള്ള നിർദ്ദേശവും ഈ 4 വിഷയങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് ഒഴിവാക്കിയത് നമ്മുടെ പാഠപുസ്തകത്തിനകത്ത് ഉണ്ടാകണം എന്നാണ്. അതുകൊണ്ട് വി ശിവൻകുട്ടിയുടെ ആത്മാർത്ഥത അക്കാര്യത്തിൽ ചോദിക്കാൻ കഴിയില്ല. ഇനി അടുത്തത് ഇനി അദ്ദേഹം ഇവിടെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഇത്രയും നുണകൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹം തലേന്ന് പറഞ്ഞത് പിറ്റേന്ന് മാറ്റി പറയുന്ന സാഹചര്യമുള്ള. ഇനി നോക്കൂ, സെക്യുലർ ക്രെഡൻഷ്യാലിറ്റി, മതേതരത്വത്തിൽ വിശ്വാസ്യതയുള്ള ആളാണ് ശ്രീ VD സതീശൻ. അങ്ങനെ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി സെക്യുലർ ആയിരിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ സെക്യുലർ സ്വഭാവമാണോ വഖഫ് ബോർഡിനകത്ത് മുഖ്യമന്ത്രി എടുത്ത നിലപാട്? 2 അമുസ്ലിങ്ങളെ കയറ്റാൻ അദ്ദേഹം തീരുമാനിക്കുമ്പോൾ അദ്ദേഹം അതിന് സുപ്രീം കോടതിയെ കൂട്ടുപിടിക്കുന്നു, സെൻട്രൽ ഗവൺമെന്റിനെ കൂട്ടുപിടിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ രണ്ടുപേരെ മാറ്റി നിർത്തിയിട്ടാണ് വഖഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. നേരെ മറിച്ച് VD സതീശന്റെ അക്കാര്യത്തിലുള്ള നിലപാട് ഗവർണറുടെ ഭരണവുമായി ബന്ധപ്പെട്ട് ഗവർണർ ഉദ്യോഗസ്ഥരെ ഇവിടെ അനുരാജ് സാർ പറഞ്ഞത് LDF-ന്റെ കാലത്തും അത് സംഭവിച്ചിട്ടില്ല സർ. ഞങ്ങൾ അങ്ങ് സുപ്രീം കോടതിയുടെ കാര്യം പറഞ്ഞില്ലേ, അത് കൊണ്ടുവരുന്നതിനെതിരായിട്ട് ഞങ്ങൾ ഗവർണർക്കെതിരെ സുപ്രീം കോടതി പോയി. ആ സമീപന ഗവൺമെന്റ് സ്വീകരിച്ചെങ്കിൽ ഇപ്പോഴത്തെ ഗവൺമെന്റ് പറയുന്ന ഗവർണറുമായിട്ട് ഞങ്ങൾ സമരത്തിനില്ല എന്നുള്ളതാണ്. ഉയർന്ന ഉദ്യോഗസ്ഥരായ സെക്രട്ടറി മുതൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ഉൾപ്പെടെ LDF-ന്റെ കാലത്ത് BJP-ക്ക് അനുകൂലമായി ലേഖനം എഴുതിയവരാണ് ഇന്ന് UDF-ലെ ഉയർന്ന ഉദ്യോഗസ്ഥർ. BJP-ക്ക് എന്തിനാ പിന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ മന്ത്രിമാരെന്തിനാ? അതല്ലേ